ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസിൽ SIT അന്വേഷണം തുടരാമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അന്വേഷണത്തിന് ഏർപ്പെടുത്തിയ സ്റ്റേ കർണാടക ഹൈക്കോടതി നീക്കിയിട്ടുണ്ട്. സ്റ്റേ നീക്കിയത് ജസ്റ്റിസ് മുഹമ്മദ് നവാസിന്റെ ബെഞ്ച്. തിമ്മറോടി ഉൾപ്പെടെ ഉള്ളവരുടെ ഹർജിയിലാണ് അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നത്. KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, അങ്ങനെ ഇടയ്ക്ക് നിർത്തിവെക്കപ്പെട്ട അന്വേഷണം ഇനി പുനരാരംഭിക്കുമ്പോൾ എന്താണ് കോടതി അനുമതിയായി നൽകിയിരിക്കുന്നത്? ഈ ധർമ്മസ്ഥലയിലെ വ്യാജ വെളിപ്പെടുത്തലിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് ആരോപിക്കപ്പെടുന്ന ഗിരീഷ് മട്ടന്നവർ, മഹേഷ് തിമ്മരോടി എന്നീ ആളുകൾ ആണ് ഈ ഹർജി നൽകിയത് ഹൈക്കോടതിയിൽ. അതായത് SIT അന്വേഷണം നിർത്തിവെക്കണം, ഈ ഹർജിക്കാരെ വ്യാപകമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെയുള്ള, ഹരാസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഏതായാലും ഈ അന്വേഷണം തുടരാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹർജിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക്, ഹരാസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകരുത് എന്നുകൂടി ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ വ്യാജ വെളിപ്പെടുത്തൽ കേസ് വലിയ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. പ്രത്യേകിച്ച് ധർമ്മസ്ഥല പോലുള്ള ഒരു ക്ഷേത്രത്തിനെതിരെ വന്ന ഗുരുതര ആരോപണം പിന്നീട് അത് വ്യാജമാണെന്നുള്ള തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു. ആ വിഷയത്തിൽ SITയുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തടസ്സ ഹർജിയുമായി സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ വരുന്നത്. ധർമ്മസ്ഥല സംഭവത്തിൽ SIT അന്വേഷണം തുടരാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്.